കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച തുടങ്ങി. രാഹുലും പ്രിയങ്കയും സോണിയയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ, കെ.സി. വേണുഗോപാൽ എന്നിവരുമായും വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിവരങ്ങളുമായി ശരത്ലാലാണ് ചേർന്നത്. ശരത്ലാൽ, കൂടിക്കാഴ്ച തുടങ്ങിയിരിക്കുന്നു. എന്താണ് കൂടിക്കാഴ്ചയിൽ മുഖ്യ വിഷയമായി വരുന്നത് എന്നതിനെ പറ്റിയൊക്കെ സൂചനയുണ്ടോ? ഈ കേന്ദ്രത്തോട് എടുക്കേണ്ട സമീപനങ്ങളെ സംബന്ധിച്ചൊക്കെയാണോ? പാർട്ടി എന്ന നിലയിലും പിന്നെ സർക്കാർ എന്ന നിലയിലും എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്യാമിലി, കൂടിക്കാഴ്ച ഇപ്പോൾ സോണിയാഗാന്ധിയും അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരെ കൂടിക്കാഴ്ച ഇപ്പോൾ തുടരുകയാണ്. ഇപ്പോഴും വി.ഡി. സതീശൻ 11 മണിക്കാണ് 10-ാം നമ്പർ ജനപദം, ഞാൻ നിൽക്കുന്ന 10-ാം നമ്പർ ജനപദം, അതായത് സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിക്ക് ഉള്ളിലുള്ളത്. പക്ഷേ കൂടിക്കാഴ്ച നടന്നത് 11:30 മണിക്കാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം അതിനു മുമ്പേ NCP ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലു ഇവിടെ 11 മണി തൊട്ട് 11:30 വരെ രാഹുൽ ഗാന്ധിയുമായിട്ട് കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമായിട്ടുള്ള വി.ഡി. സതീശന്റെ കൂടിക്കാഴ്ച ആരംഭിച്ചത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നിർണായക കൂടിക്കാഴ്ച എന്ന് വേണം നമുക്ക് പറയാൻ. മല്ലികാർജ്ജുൻ ഖാർഗെയും കെ.സി. വേണുഗോപാലിനെയും കണ്ട ശേഷമാണ് വി.ഡി. സതീശൻ കേരള മുഖ്യമന്ത്രി ഈ 10-ാം നമ്പർ ജനപദത്തിലേക്ക് എത്തിയത്. അവിടെയാണ് 10-ാം നമ്പർ കുടുംബം, അതായത് കോൺഗ്രസിന്റെ ആദ്യത്തെ ശക്തമായ കുടുംബം, ഗാന്ധി കുടുംബം പൂർണ്ണ രീതിയിൽ തന്നെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഈ 3 പേരും വി.ഡി. സതീശനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതിൽ വളരെ രസകരമായ ഒരു ദൃശ്യമാണ് നമുക്കെന്ന് മനസ്സിലാവുന്നത്. കാരണം വി.ഡി. സതീശൻ ഒഴിച്ചുള്ള 3 പേരുടെയും നെറ്റിയിൽ പിന്നെ ഒരു കുങ്കുമമുണ്ട്. അത് വി.ഡി. സതീശൻ അണിയിച്ചതാണോ എന്നത് നൽകിയതാണോ എന്ന് നമുക്ക് അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയാതെ വി.ഡി. സതീശൻ അതായത് മംഗലാപുരത്ത് മൂകാംബികയിൽ പോയപ്പോൾ കൊണ്ടുപോയ അല്ലെങ്കിൽ ആ പ്രസാദമാണോ ഈ 3 എണ്ണം പ്രിയങ്ക ഗാന്ധിയുടെയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയും അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെയും നെറ്റിയിലുള്ളത് എന്ന് അദ്ദേഹം പുറത്തു വന്ന ശേഷം മാത്രമേ നമുക്ക് ചോദിച്ച് വ്യക്തത വരുത്താൻ കഴിയും. എന്നാൽ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന 3 പേരും അത് പ്രസാദം നെറ്റിയിൽ ചാർത്തിയ നിലയിലാണ്. അതായത് വി.ഡി. സതീശൻ നെറ്റിയിൽ ചാർത്തിയിട്ടുമില്ല. അതുകൊണ്ട് അദ്ദേഹം കൊടുത്തതാകാനാണ് വഴിയെന്നാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുക. ഏതായാലും നിർണായകമായ കൂടിക്കാഴ്ച തന്നെയാണ്. വി.ഡി. സതീശന് പൂർണ്ണ പിന്തുണ അതായത് ഗാന്ധി കുടുംബം നൽകുന്നു എന്ന സന്ദേശമാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയായിരിക്കണം മോദി സർക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ, എങ്ങനെയായിരിക്കണം പാർട്ടിയുടെ നയങ്ങൾ, എങ്ങനെയായിരിക്കണം ഇനിയുള്ള മുന്നോട്ട് പോക്ക്, എന്താണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വി.ഡി. സതീശനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചാ വിഷയമാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും സോണിയാഗാന്ധിയുമായി ഒരു കൂടിക്കാഴ്ചക്ക് ഒരു മുഖ്യമന്ത്രി ഈ അടുത്ത് ഏറ്റവും ഒടുവിൽ നടത്തിയത് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയാണ്. അതും 8 മാസം മുമ്പെയാണ്. അതിനുശേഷം ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് വി.ഡി. സതീശൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും വി.ഡി. സതീശന് 10-ാം നമ്പറിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. അത് 10-ാം നമ്പറിന്റെ നോമിനിയാണ് വി.ഡി. സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് വ്യക്തമാക്കുന്ന അത് അത്തരമൊരു കാര്യം വ്യക്തമാക്കുന്ന ഒരു നടപടിയാണ് ഈ കൂടിക്കാഴ്ച. 3 പേരും അതായത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി 3 പേർ ഈ കൂടിക്കാഴ്ചയിലുണ്ടായിരുന്നു. അപൂർവമായ ഒരു കൂടിക്കാഴ്ച എന്ന് തന്നെ പറയാം. ഡൽഹിയിലെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന നമുക്ക് വ്യക്തമായി മനസ്സിലാവും ഇതൊരു അപൂർവമായ കൂടിക്കാഴ്ച തന്നെയാണ്. 3 നേതാക്കൾ സോണിയാഗാന്ധി, മുൻ ACC അധ്യക്ഷ സോണിയാഗാന്ധി, അതേപോലെ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി പാർട്ടി ജനറൽ സെക്രട്ടറിയും വയനാട് MP-യുമായ പ്രിയങ്ക ഗാന്ധി 3 പേരും ഈ കൂടിക്കാഴ്ചയുണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും കൂടിക്കാഴ്ച അരമണിക്കൂർ പിന്നിട്ടിട്ടുണ്ട്. ഏതായാലും അരമണിക്കൂറിന് ശേഷം ഇവിടെ നിന്ന് നേരെ കേരള ഹൗസിലേക്കാണ് വി.ഡി. സതീശൻ പോവുക. അവിടെ മാധ്യമങ്ങളെ കാണുമോ എന്നൊക്കെ ഒരു സൂചന ലഭിക്കുന്നുണ്ട്. ഏതായാലും അതിൽ കൂടിക്കാഴ്ചക്കുള്ള വ്യക്തമായ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. ശ്യാമിലി, ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഖാർഗെ ആയാലും ശരി, കെ.സി. വേണുഗോപാലും അവരെയൊക്കെ സന്ദർശിച്ച ശേഷമാണ് സോണിയാഗാന്ധിയെയും ഗാന്ധി കുടുംബാംഗങ്ങളെ കാണാൻ അദ്ദേഹം 10-ാം നമ്പർ ജനപദത്തിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ കൂടിക്കാഴ്ച അരമണിക്കൂർ നീണ്ടു എന്ന കാര്യം, ഇനി നീളുമോ എന്ന കാര്യം നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ വി.ഡി. സതീശൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തു വരുന്നതും കാത്ത് 10-ാം നമ്പർ ജനപദത്തിൽ കാത്തു നിൽക്കുകയാണ്. ശ്യാമിലി.